10ാം ക്ലാസ് ബയോളജിയിലെ കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിൽ ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൗ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് ഡിഫോമിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് അഫക്ട് ദർ ബോഡി. സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ആളുകളിൽ അവരുടെ ബോഡിയിൽ അവരുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് എങ്ങനെയാണ് അവരുടെ രോഗത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബോഡീനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സിക്കിൾ സെൽ വന്ന ഒരാളുടെ ബോഡിയിലെ അവരുടെ റെഡ് ബ്ലഡ് സെൽസ് അതിന്റെ രക്താണുക്കൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? അവരുടെ രക്താണുക്കള് അരിവാട് പോലെ വളഞ്ഞു വരും അല്ലെ, അതായത് സിക്കിൾ ഷേപ്പായി മാറും. അങ്ങനെ മാറുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ബോഡിയിൽ വരിക? ഇതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്താ? അതിന്റെ ഷേപ്പ്, RBCന്റെ ഷേപ്പ് സിക്കിൾ സെൽ ആകുന്നതോടെ തന്നെ അവരുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിയാണ് ഡിക്രീസ് ചെയ്യുക. ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു. അവരുടെ രക്താണുക്കൾക്ക് ഓക്സിജൻ കൊണ്ടുപോകാനുള്ള സംവഹിക്കാനുള്ള ശേഷി കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ RBCs ബ്ലഡ് വെസൽസിൽ കളക്ട് ആയി പോകും. അതായത് RBCസിന്റെ സാധാരണ ഷേപ്പ് ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ബ്ലഡ് വെസൽസിലൂടെ പോകായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? അരിവാള് പോലെ വളഞ്ഞു പോയി അല്ലെ, സിക്കിൾ സെൽ ഷേപ്പായി മാറി. അതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിന് നേരെ പോകാൻ പറ്റില്ല, അവിടെ അത് ബ്ലോക്ക് ആയി കിടക്കും. അത് എന്തിന് കാരണമാവും? നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ ബാധിക്കും. ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ, രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ഇത് രണ്ടുമാണ് അതിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒന്നെന്താ എഴുതേണ്ടത്? ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നു. രണ്ടാമത്തെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ബ്ലഡ് ബ്ലോക്ക് ആവും, അതായത് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും.